നമസ്കാരം, വെൽക്കം ടു സാലിനീസ് ചാനൽ. ഞാൻ അമ്മേൻ്റെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ദം ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ രീതിയിലുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഉരുളി വെച്ചിരിക്കുക, അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ വറുത്ത് കോരിയെടുക്കുക. എണ്ണ ചൂടാകട്ടെ, ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ അടുപ്പിൽ ചെയ്യുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ ആയിരിക്കും. നമ്മൾ കുക്കറിലും ഗ്യാസിലൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അടുപ്പ് കത്തിച്ച് ചെയ്യുമ്പോൾ അത് ടേസ്റ്റ് വേറെയാണ്. പിന്നെ അത് നല്ലതാണ് നമുക്ക് അടുപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ്, ബുള്ളറ്റ് അരിയാണ് നമ്മുടെ. അത് കഴിഞ്ഞിട്ട് ചിക്കനുള്ള മസാല പരട്ടി വെച്ചിരിക്കുകയാണ്. മുളക് പൊടി, ഉപ്പ്, സകല മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് കുഴച്ച് വെച്ചിരിക്കുക. ഇച്ചിരി മുളക് പൊടി, അത് വറുത്ത് പോരാ. അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, സകല പട്ടയും കറാമ്പും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മസാല അരച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ പുതിനയും മല്ലിച്ചപ്പും പട്ടയും കറാമ്പും അതേപോലെ സകലം 2-3 ഏലക്ക ഇട്ടിട്ട് അത് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിരിക്കുക. അതിൽ ആദ്യം ഞാൻ ചിക്കൻ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചിക്കൻ ഇടാം. ഇതിൽ എന്നിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ആയിരിക്കും. ഞാനിത് കബാബ് പോലെ ഫുള്ള് റോസ്റ്റാക്കി എടുക്കുന്നില്ല, കുറച്ചാണ് റോസ്റ്റാക്കി എടുക്കുന്നത്. നമ്മളിത് ഒന്നും കൂടി ദമ്മിലിടുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കോരിയെടുക്കാം. പിന്നെ നമ്മുടെ ചിക്കന് ഇത്രയും റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലാണ്, നമ്മുടെ ചെടിന് വറുത്ത് നല്ല കറിവേപ്പിലാണ്, ഫ്രഷ് ആയിരിക്കുകയാണ്. നമ്മളിത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് പട്ടയും കറാമ്പാണ്. അത് കഴിഞ്ഞിട്ട് സകല ഉള്ളി പറയുമ്പോൾ 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ഉള്ളി നമ്മൾ നല്ലോണം മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആ കബാബ് മറ്റേ എണ്ണയിൽ തന്നെ ഇത് മൂപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിന്. അത് എണ്ണയിൽ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ കോരിയിലൊരു ഇറക്കി മാറ്റിയിരിക്കുകയാണ്. അത് അടുപ്പിൻ്റെ ചൂട് പറഞ്ഞാൽ നല്ല ചൂടല്ലേ, അപ്പം നല്ല ചൂടാണ്. ചൂട് സമയത്ത് അടുപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഉള്ളി മൂത്ത് വന്ന് ഇപ്പം ഞാനൊരു തക്കാളി ഇടാണ്. ആ തക്കാളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഉപ്പ് ഇടുകയാണ്. ഏതുപ്പ് വേണമെങ്കിൽ ഇടാം. ഞാൻ കല്ലുപ്പാണ് ഇവിടെ ഇടുന്നത്, സകല ഉപ്പാണ്. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും. നമ്മൾ ഇറച്ചിക്കൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം.
അപ്പോൾ നേരത്തെ ഞാൻ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പുതിനയും മല്ലിച്ചപ്പും 2 ഏലക്കയും ഇട്ട് ഒരു പച്ചമുളകും അപ്പോൾ ഇതൊക്കെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇതിന് ഇതിലിട്ട് കൊടുക്കുക. ഒന്നിങ്ങനെ നല്ല റോസ്റ്റായി വെച്ച് നല്ലൊരു മണം വരും. പച്ചമണമൊക്കെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇതൊരു 2 സ്പൂണിൻ്റെ അളവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശകലം മുളക് പൊടി, പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ടാവും. ഒരു ലേശം ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മണം വരാൻ തുടങ്ങി. മസാല ഒക്കെ റോസ്റ്റായി നല്ല മിക്സായി കിടക്കുന്ന മസാല. ഇപ്പം നമുക്ക് ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിരിക്കുക. അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. മൂന്ന് ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരി 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 2 അതാണ്. അങ്ങനെ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കാം നമ്മൾ. ഇപ്പം അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അരി ഇടാം. ഇതൊന്ന് തിളച്ചിട്ട് ഉപ്പ് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരി ഇടാം. ഇപ്പം നമ്മുടെ വെള്ളം ഇപ്പം നല്ലോണം തിളച്ച് ഉപ്പുണ്ടോ നോക്കാം. ഇച്ചിരി ഉപ്പിടാം നമുക്ക്. ലേശം മതി. ഉപ്പ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അരി കഴുകിയെടുക്കാം. ഇപ്പോൾ അരി ഇട്ട് കൊടുക്കാം നമുക്ക്. അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം വിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മിടാം. അപ്പോൾ ഇത് മൂടി വയ്ക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്നും ചെയ്യുന്ന ഒരു ദം ബിരിയാണീൻ്റെ തട്ടാണ്. അത് ഈ കളറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് അടച്ചു വയ്ക്കുക. ഇട്ടിട്ട് ഈ കളറിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം. വെള്ളം വറ്റിയോ നോക്കാം നമുക്ക്. വെള്ളം വറ്റി നമുക്കിനി ദമ്മിടാം. അതിനായിട്ട് മുമ്പ് നമ്മൾ കുറച്ച് റോസ്റ്റാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ കളറാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതല്ല, അപ്പോൾ നോർമലായി ചെയ്യാം. അതല്ലാണ്ട് ഫുഡ് കളറൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. ഞാൻ കഴിക്കാതെ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്.
അപ്പോൾ ഈ ഇറച്ചി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ദമ്മിടാട്ടോ കഴിഞ്ഞിട്ട് അത് ഓക്കെ ആയി. കട്ടൻ നമ്മൾ അടിച്ച് വെച്ചിട്ട് നമ്മൾ ദമ്മിട്ട് കൊടുക്കാം. നമ്മൾ തീ വേണ്ട, നമുക്ക് ആ തീ തന്നെ നമ്മൾ കോരി ഇത് ദമ്മിട്ട് കൊടുക്കാം. കാണാൻ നമുക്ക് തന്നെ കോരിയിടാൻ നല്ലോണം വെന്ത് കിട്ടും. നമുക്ക് താഴെ തീ വേണ്ട, നമുക്ക് എന്തായാലും അത് വെന്തതാണ്. ഒന്ന് മുഖത്തെ തീ കൊണ്ട് മാത്രമൊന്ന് വേവിച്ചെടുക്കാണ്. അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ വെക്കട്ടെ. അങ്ങനെ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞാൽ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, റെഡി ആയോ നോക്കാം. എന്തോന്ന് നല്ല മണമാണ് നമ്മുടെ ദം ബിരിയാണി എടുക്കുമ്പോൾ. നമുക്കതൊന്ന് ഇളക്കി നോക്കാം. അടിപൊളിയായിരിക്കാണ്. നല്ല മണോ, നല്ല സ്വാദാണ്. ദം ബിരിയാണി എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ കുക്കറിലൊക്കെ ചെയ്യാനായിട്ട് എത്രയോ ടേസ്റ്റാണ് നമ്മുടെ ഈ ബിരിയാണി. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. അതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. നല്ല സ്വാദാണ്. നമ്മൾ കുക്കറിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ ദം ബിരിയാണി ചെയ്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് നമ്മുടെ വീട്ടിൽ അടുപ്പില്ലാത്തവരൊക്കെ ഇത് ചെയ്യാൻ പാടാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ നമ്മുടെ അമ്മേൻ്റെ വീട്ടിൽ വരുമ്പോൾ ചെയ്യുന്നതാണ് ദം ബിരിയാണി. അല്ലെങ്കിൽ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കറിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ ഇറച്ചി നമ്മൾ പകുതി വേവിച്ചിട്ടല്ലേ ഇട്ടത്, അപ്പോൾ അത് എല്ലാ മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്യാം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.